പെട്രോളിയം ഡീസൽ ഉത്പാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തമെന്ന് പെട്രോളിയം മന്ത്രാലയം. മുഴുവൻ ശുദ്ധീകരണശാലകളും 100% ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ പ്രതിസന്ധി നേരിടുന്നവർ പ്രാദേശിക ഡീലർമാരുമായി സംസാരിച്ച് പൈപ്പ് നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ എടുക്കണമെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഒരു നാവികനെ കാണാതായെന്നും 4 നാവികർക്ക് പരുക്കേറ്റുവെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, പലയിടത്തും ഈ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുന്നത് കേരളത്തിലേക്ക് സാഹചര്യം അങ്ങേയറ്റം ഗുരുതരമാണ്. ആ സമയത്താണിപ്പോൾ ഇതിൽ സ്റ്റോക്ക് ആവശ്യത്തിനുണ്ട് എന്ന തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണം വരുന്നത്. എന്താണ് ആശങ്ക വേണ്ട എന്ന് പറയുന്നതിലൂടെ പെട്രോളിയം മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്? അനുജ, രാജ്യത്ത് ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഉണ്ടായ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് മന്ത്രാലയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനും ഇതിൽ പ്രതികരിക്കുന്നതിനുമായി ഈ സമിതിയുടെ വാർത്താ സമ്മേളനത്തിലാണ് പെട്രോളിയം മന്ത്രാലയം ഈ പെട്രോൾ ഡീസൽ ഉൽപാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തമെന്നും മുഴുവൻ ശുദ്ധീകരണശാലകളും 100% ശേഷിയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പ്രകൃതിവാതകങ്ങൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നും പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ LPG പ്രതിസന്ധി നേരിടുന്നവർ പ്രാദേശിക ഡീലർമാരുമായി സംസാരിച്ച് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകൾ എടുക്കണമെന്ന നിർദ്ദേശമാണ് പെട്രോളിയം മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ പെട്രോൾ പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഉണ്ട്. ഒപ്പം തന്നെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒഴിവാക്കുന്നതിനായി തടയുന്നതിനായി കർശനമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും രാജ്യത്തേക്ക് ഇന്ധനം വരുന്ന ഈ ഹോർമോസ് കടലിടുക്ക് വഴിയാണ് പ്രധാനമായും അവിടെയുണ്ടായ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് ഇടയാക്കിയത്. നിലവിൽ ഉള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ധന LPG ക്ഷാമം എന്ന തരത്തിൽ വരുന്നത് അത് ഈ ആളുകൾ പരിഭ്രാന്തരായി ബുക്ക് ചെയ്യുന്നതിനെ തുടർന്നാണ്. ദിനം പ്രതി 50-55 ലക്ഷം സിലിണ്ടറുകളാണ് ബുക്ക് ചെയ്യാറെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായി അത് 75-76 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഇത് പരിഭ്രാന്തിയെ തുടർന്നുണ്ടായതാണ് സാഹചര്യം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ സിലിണ്ടറുകളുടെ വിതരണം പ്രതിദിനം 50 ലക്ഷത്തോളം നിലവിലും നടക്കുന്നുണ്ട് എന്നും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നും പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നു. കൂടാതെ LPGയുടെ ആഭ്യന്തര ഉൽപാദനം 30% വർദ്ധിച്ചിട്ടുണ്ട് എന്നും 48,000 കിലോ ലിറ്റർ അധിക മണ്ണെണ്ണ വിതരണം ചെയ്തതായും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നും അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുത് എന്നുമുള്ള നിർദ്ദേശമാണ് പെട്രോളിയം മന്ത്രാലയം നൽകുന്നത്. PNG-യിലേക്ക് മാറുക എന്നൊരു ആഹ്വാനമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.